ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളെല്ലാവരും വീഡിയോകളിലും വാർത്തകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ. പിഞ്ചു കുട്ടികളാണ് അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരിച്ചു പോകുന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നിട്ടാണ് അവർ മരിക്കുന്നത്. ആ മരിച്ചു പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ നമ്മുടെ കുട്ടിയുടെ മുഖം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമോ? ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര നിർബന്ധിച്ചാണ് നമ്മൾ അവർ കഴിപ്പിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന കുട്ടികൾ നമ്മൾ കാണുന്നില്ലേ വീഡിയോകളിലൂടെയൊക്കെ അവരുടെ മുഖം. നമുക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ വരുമ്പോൾ നമ്മൾ കേക്ക് വാങ്ങുന്നു, അത് കട്ട് ചെയ്യുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൻ്റെ പേരിൽ നമ്മൾ എന്തൊക്കെ ആർഭാടങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. എത്രയോ ഫുഡാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. നാളെ ദൈവം ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയുക? നിങ്ങളുടെ സഹോദരങ്ങൾ അവിടെ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയുക? ഇത് നമുക്കും കൂടിയുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത്? നമുക്കിതിനെതിരെ എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ കഴിയുക? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബോട്ടിൽ ധാന്യങ്ങൾ നിറച്ചുകൊണ്ട് കടലിലൂടെ ഒഴുക്കി വിടുകയാണ് ജനങ്ങൾ, എങ്ങനെയെങ്കിലും അത് അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഫ്രാൻസ്, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അല്ലേ? ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തണം, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ, സമാധാനമായിട്ട് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കണേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ദൈവം നേരത്തെ നിശ്ചയിച്ചതാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക, അവസാനം അവർക്ക് സന്തോഷം ലഭിക്കും, ഖുദ്സിൻ്റെ മക്കൾ പുഞ്ചിരിക്കാതെ ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം തന്നെയാണ്, ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. പക്ഷേ അതും വിചാരിച്ച് നമുക്ക് ഇതെല്ലാം ഓൾറെഡി ദൈവം നിശ്ചയിച്ചതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ മരിക്കും എന്നുള്ളതറിയാം. അത് ദൈവം നേരത്തെ നിശ്ചയിച്ചതാണ്, അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നില്ല, എന്തായാലും ഞാൻ മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല. നമുക്കറിയാം നമ്മുടെ മരണം അത് സുനിശ്ചിതമാണ്, എന്നിട്ടും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ദൈവം നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും ഇതിൽ നമുക്കും കൂടിയുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളെ നമ്മളോട് അള്ളാഹു ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെ ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാം? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ, ഫ്രാൻസിലെയും സ്പെയിനിലെയും അതുപോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരം വീഡിയോകൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഉള്ള ചാരിറ്റിയിൽ നമുക്ക് പങ്കുകൊള്ളാം. നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് അത് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിയൻ സാധനങ്ങളെ, പ്രൊഡക്റ്റുകളെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അത് ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ്, പെപ്സി അതല്ലെങ്കിൽ ഡോവിൻ്റെ സോപ്പ്, ഇതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൽ 1% പൈസ അല്ലെങ്കിൽ ഇതിൻ്റെ ലാഭമൊക്കെ പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അപ്പോൾ അതിൽ 1% കൊണ്ട് അവർ ആയുധം വാങ്ങിച്ച് ആ ആയുധം കൊണ്ട് ഫലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അതിൽ നമ്മൾക്കും പങ്കുണ്ട്. അവർക്ക് ആയുധം വാങ്ങാൻ വേണ്ടി നമ്മൾ കൂടി പൈസ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിയൻ പ്രൊഡക്റ്റുകളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളതിൽ പങ്കാളികളാവുന്നില്ല എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മുടെ പിഞ്ചു മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുക, വേസ്റ്റ് ആക്കാതെ പാകത്തിന് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതേ സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് കഴിക്കുക. കാരണം മറുവശത്ത് ഫുഡ് കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളത് അവർക്ക് വീഡിയോയും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ കൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയുക. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മളെപ്പോലെ ഒരു ജീവിതം കിട്ടാൻ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്താ നമ്മളിതൊന്നും ചിന്തിക്കാത്തത്? നമ്മൾ എന്താണ് ഇതൊക്കെ മറന്നു പോകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? നമുക്ക് ആഘോഷങ്ങളാണ്. കല്യാണത്തിൻ്റെ പേരിൽ, ബർത്ത്ഡേയുടെ പേരിൽ, എന്താണെങ്കിലും നമുക്ക് ആഘോഷങ്ങളാണ്. നാളെ ഇങ്ങനൊരവസ്ഥ നമുക്കും വന്നുകൂടായികയില്ല, നമുക്കറിയില്ല. ആ കുട്ടികൾക്കും അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്താണ് അവർ ചെയ്ത തെറ്റ്? പണ്ട് ഈ ഇസ്രായേലിയൻ ജൂതന്മാർക്ക് എങ്ങോട്ടും പോകാനില്ലാതെ ഇരുന്നപ്പോൾ മനസ്സലിവ് തോന്നി അവർക്ക് അഭയം കൊടുത്തതാണ് അവിടെ പിറന്ന ഫലസ്തീനിലുള്ള മുസ്ലിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ഈ ജൂതന്മാരെ അവരന്ന് മനസ്സിലാക്കിയില്ല. അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ കൊന്നു തള്ളി. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്,
95% ജൂതന്മാരെ ഞാൻ കൊന്നൊടുക്കി. 5% ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഞാൻ ഈ 95% ജൂതന്മാരെ കൊന്നതെന്ന്. സത്യമാണത്. കാരണം ഈ ജൂതന്മാരുടെയും അത്രയും മോശമായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ വേറെയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നെതന്യാഹുവും കൂട്ടരും ഫലസ്തീനിലെ ജനങ്ങളോട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിയൻ പ്രൊഡക്റ്റുകളെ ബഹിഷ്കരിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഇത്തരം ചാരിറ്റികളിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി നമ്മളും അതിൽ പങ്കാളികളാകുക. അവിടെ വിശപ്പ് എന്നുള്ളൊരൊറ്റ വികാരം മാത്രമേ ഇപ്പോഴുള്ളൂ. ഹെലികോപ്റ്ററിലൂടെ വരുന്ന ഭക്ഷണ പൊതികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കിലോമീറ്ററുകളോളം താണ്ടി, ചെരുപ്പ് പോലും ഇല്ലാതെ 10-12 വയസ്സായ കുട്ടികൾ കിലോമീറ്ററുകളോളം താണ്ടി നടക്കുകയാണ്. ആ ഭക്ഷണപ്പൊതി വീണിട്ടാണ് ഒരു കുട്ടി മരിച്ചു പോയത്. ഇങ്ങനെ അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് ആ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷേ ആ കുട്ടികൾ അവിടേക്ക് എത്തുമെന്നൊരു ഉറപ്പുമില്ല. അപ്പോഴേക്കും ഇസ്രായേലിയൻ ജനത അവരെ കൊന്നു കളയുകയാണ്. ഇനിയും എൻ്റെ നമ്മളാരും കണ്ണു തുറക്കാത്തത്? ഇനിയും എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്? അതങ്ങ് ഗസയിലല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. നമുക്കും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാളെ വിചാരണ നാളിൽ ഇതിന് ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉത്തരം പറയുക? ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു, ഞാൻ എൻ്റെ കല്യാണം ഭയങ്കര ആർഭാടമാക്കി നടത്തി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഞാൻ വലിയ വലിയ കേക്കുകൾ മുറിച്ച് അവരുടെ പിറന്നാളുകൾ ആർഭാടമാക്കി. ഇതൊക്കെയാണോ നാളെ ദൈവത്തിനോട് നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നത്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ പിറന്നാൾ വരുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ സഹോദരങ്ങൾ അവിടെ പട്ടിണി കിടക്കുകയാണ്, ഇവിടെ കേക്ക് മുറിച്ച് നമുക്ക് ആഘോഷങ്ങൾ പറ്റില്ല, ആ കേക്ക് വാങ്ങുന്ന കാശ് നമുക്ക് അവരുടെ ചാരിറ്റിയിലേക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കുടിക്കാൻ കിട്ടുന്നില്ല. കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് കുടിക്കുവാനുള്ള വെള്ളം പോലും അവർ ശേഖരിക്കുന്നത്. എന്തൊരു കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രക്കും ദുരിതമാണ് അവരവിടെ അനുഭവിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. വീഴുന്ന പിഞ്ചു കുട്ടികൾക്ക് കുടിക്കാൻ മുലപ്പാൽ പോലും ചുരത്താൻ അമ്മമാർക്ക് കഴിയുന്നില്ല, പട്ടിണി കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കഷ്ടപ്പാടാണത്. എന്താണ് ഈ പിഞ്ചു കുട്ടികൾ ചെയ്ത തെറ്റ്? അങ്ങനെ 6-7 മാസമായ കുട്ടികൾ മരിക്കുകയാണ്, പട്ടിണി കിടന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്ത് തെറ്റാണ് ഈ ഇത്തരം കുട്ടികൾ അവിടെ ചെയ്തത്? എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ്. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാനിത് പറയുകയാണ് നിങ്ങളോട്. നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുക, നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ജീവിക്കുന്ന പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കാൻ അവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ഈ ഭൂമി അവരുടേതും കൂടിയാണ്. എന്തിൻ്റെ പേരിലാണ് അവരോട് യുദ്ധം ചെയ്യുന്നത്? നമുക്കുള്ളതുപോലെ ഒരു അവകാശം അവർക്കും ഈ ഭൂമിയിലുണ്ട്. അവർ ഭൂമിയുടെ മക്കളാണ്. അവർക്കും സന്തോഷവും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ കുട്ടികളെ പോലെ പുത്തൻ ഉടുപ്പുകൾ ധരിച്ചുകൊണ്ട് അവർക്കും സ്കൂളിൽ പോകാൻ സാധിക്കട്ടെ. വിശപ്പിൻ്റെ കാഠിന്യമില്ലാതെ വയറു നിറച്ച ആഹാരം കഴിച്ച് ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ച് ബോംബ് വീഴുന്നതിൻ്റെയും വെടിയൊച്ചകളുടെയും ശബ്ദമില്ലാതെ, ആ ഭയമില്ലാതെ മേൽക്കൂരക്ക് കീഴെ കിടന്നുറങ്ങാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം. ഇത്ര മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാൻ കഴിയുകയുള്ളൂ.